Hello students. In this video we are going to discuss about ethical investing, the last concept in that module. So we'll see what is ethical investing. Ethical investing is the practice of selecting investments based on ethical or moral principles. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറയുന്ന സമയത്ത് ദർ മേ ബി ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഫോർ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റേഴ്സ്. Some will be looking at return, some will be looking at risk, and if they are considering all these things also, they will be guided by some other motives. അങ്ങനെയുള്ള മോറൽ പ്രിൻസിപ്പിൾസിൻ്റെ എത്തിക്കൽ ബേസിസിലൊക്കെ അങ്ങനെ ചിന്തിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. Ethical investing gives the individual the power to allocate capital towards companies whose practices and values align with their personal beliefs. ഇപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തൊക്കെയാണോ നമ്മുടെ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളോട് ചേർന്ന് പോകുന്ന കമ്പനീസ്, ആ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനീസിൻ്റെ ഷെയർസിലായിരിക്കും. അതാണ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്. സം ബിലീവ്സ് ആർ റൂട്ടഡ് ഇൻ എൻവയൺമെൻറ്റൽ, റിലീജിയസ് ഓർ പൊളിറ്റിക്കൽ പെർസെപ്റ്റ്സ്. ഇത് എങ്ങനെ വേണമെങ്കിലും ആവാം. ചിലപ്പോൾ നമ്മുടെ ഭയങ്കര പ്രകൃതി സ്നേഹിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നതോ ഭയങ്കര എൻവയൺമെൻറ്റ് കോൺഷ്യസ് ആയിട്ട് പ്രവർത്തിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ അത് റിലീജിയസ് ബിലീഫ്സ് ആയിരിക്കും. ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിൽ അവർ പർദ്ദകൾ അങ്ങനെയുള്ളതൊക്കെ അങ്ങനത്തെ ബിസിനസ്സൊക്കെ ആയിരിക്കും അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ താല്പര്യം കൂടുതലുണ്ടാവുക. അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഹിന്ദുസൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ കാണാറില്ലേ ഈ പൂക്കട, പൂജാ സാധനങ്ങളുടെ സ്റ്റോറ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവരുടെയൊക്കെ ഇൻവെസ്റ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ റിലീജിയസ് ബിലീഫ്സാണ്. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു അവർക്ക് ഇഷ്ടമുള്ള പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ ദേ വിൽ ബി റെഡിലി എൻഗേജിങ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. അങ്ങനെ അപ്പോൾ അവിടെ ഗൈഡ് ചെയ്യുന്ന ഫാക്ടർ പറഞ്ഞാൽ എൻ്റെ പാർട്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചത്, അപ്പോൾ നല്ലതായിരിക്കും, അതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന രീതി. അപ്പോൾ ഈ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇൻവെസ്റ്ററുടെ ഡിസിഷൻ വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എൻവയൺമെൻറ്റൽ, റിലീജിയസ് ഓർ പൊളിറ്റിക്കൽ പെർസെപ്ഷൻസ്. Some investors may choose to eliminate specific industries or over-allocate to other sectors that meet the individual's ethical guidelines. അതിനകത്ത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും പറയുന്നുണ്ട്. പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ബിലീഫിന് അനുസരിച്ചുള്ള സാധനങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അതിന് പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വിൽ ബി ഡിസ്കാർഡിങ് ഓൾ ദോസ് ഓർഗനൈസേഷൻസ് വിച്ച് ആർ എഗെയിൻസ്റ്റ് അവർ ബിലീഫ്സ്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. സം ഇൻവെസ്റ്റേഴ്സ് മേ ചൂസ് ടു എലിമിനേറ്റ് സ്പെസിഫിക് ഇൻഡസ്ട്രീസ്, ഒഴിവാക്കുക, അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. ആൻഡ് ഓവർ അലോക്കേറ്റ് ടു അതർ സെക്ടേഴ്സ് ദറ്റ് മീറ്റ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് അതാണ്. അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇൻഡിവിജ്വൽസ് എത്തിക്കൽ ഗൈഡ് ലൈൻസ് ദറ്റ് മീറ്റ് ഇൻഡിവിജ്വൽസ് ethical guidelines. Selecting investments based on ethics offers no guarantee of performance. അപ്പോൾ അവിടെ റിസ്ക് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഗംഭീരമാവണം എന്നൊന്നുമില്ല. നമുക്കൊരു മനസ്സമാധാനമാണ്, ഞാൻ അങ്ങനത്തെ ബിസിനസ്സിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്തത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ അതിൻ്റെ പെർഫോമൻസ് ഗംഭീരമാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ലക്ക് ഓൾസോ. രണ്ടും കൂടിയൊക്കെ കൂടിയാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. Ethical investors typically avoid investments from sin stocks, companies involved with stigmatized activities such as gambling, alcohol, smoking or firearms. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഗാംബ്ലിംഗ് പോലുള്ള ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആൽക്കഹോൾ ഹറാമാണെന്ന് പറയാം. അപ്പോൾ അവർ അങ്ങനത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ പിന്നെ സ്മോക്കിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫയർ ആംസ് അതിനോടൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ ഈ പടക കച്ചവടം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അനലൈസിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്കോർഡിംഗ് ടു എത്തിക്സ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് റിവ്യൂവിംഗ് വെദർ ദ കമ്പനീസ് ആക്ഷൻ അലൈൻ വിത്ത് ദെയർ കമ്മിറ്റ്മെൻറ്റ് ടു എത്തിക്സ് ആൻഡ് ദെയർ ഹിസ്റ്റോറിക്കൽ കറൻറ്റ് ആൻഡ് പ്രൊജക്റ്റഡ് പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ഒരു എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അതിനെ അനലൈസ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കോർഡിംഗ് ടു എത്തിക്സ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ അനലൈസ് ചെയ്യണം?
കമ്പനിയുടെ ആക്ഷൻ, കമ്പനി പറയുന്നത് തന്നെയാണോ ചെയ്യുന്നത്. പറയാൻ എല്ലാവരും വലിയ വലിയ വീരവാദങ്ങളൊക്കെ ഉണ്ടാവും, എത്തിക്സൊക്കെ പറയുന്നുണ്ടാവും, ബട്ട് ഇറ്റ് മേ നോട്ട് ബി ദെയർ ഇൻ ദെയർ ആക്ഷൻസ്. അപ്പോൾ എത്തിക്കലി ഇൻവെസ്റ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് നോക്കണം? ദേ ഷുഡ് ചെക്ക് വെദർ ദ കമ്പനീസ് ആക്ഷൻ അലൈൻ വിത്ത് ദെയർ കമ്മിറ്റ്മെൻറ്റ് ടു എത്തിക്സ് ആൻഡ് ദെയർ ഹിസ്റ്റോറിക്കൽ കറൻറ്റ് ആൻഡ് പ്രൊജക്റ്റഡ് പെർഫോമൻസ്. വാട്ട് ഈസ് ദ പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ, അതും കൂടെ നോക്കുന്നതാണ് ഇൻവെസ്റ്റർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നല്ലത്. ഇനി എന്തൊക്കെ ടൈപ്സ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് ആണ് ഉള്ളത് എന്നാണ്. വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ സോഷ്യൽ വാല്യൂസ്. സാമൂഹികമായ വാല്യൂസിൻ്റെ ബേസിസിൽ നമ്മൾ ഇൻവെസ്റ്റിംഗ് നടത്താം. സൊസൈറ്റൽ നോംസ് ഡിക്റ്റേറ്റ് വാട്ട് ഈസ് ആക്സെപ്റ്റബിൾ ടു എ പെർട്ടിക്കുലർ സൊസൈറ്റി ആൻഡ് വാട്ട് ഈസ് നോട്ട്. These are usually embedded in different societies and culture and are widely accepted within that particular society. ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ കോപ്പറേറ്റീവ്സ്, അവിടെ ഇപ്പോൾ ഒരാൾക്ക് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് ആ സൊസൈറ്റിക്ക് റിസോഴ്സസ് കൊടുത്ത് ആൻഡ് ദ സൊസൈറ്റി വിൽ ലെൻഡ് ദ മെമ്പർ. അപ്പോൾ അങ്ങനെ ഉള്ള ആക്ടിവിറ്റീസ് എൻ്റർടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ആസ്പെക്റ്റാണ്, സോഷ്യൽ വാല്യൂസാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവരെ സഹായിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അങ്ങനെ അതിനു വേണ്ടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് സോഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത്. Taking into account the social values and what could be beneficial to the society as a whole prior to making investment is one form of ethical investing. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പേ ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണം എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ വാല്യൂസിൻ്റെ ബേസിസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ മോറൽ വാല്യൂസ്. മറ്റേത് സോഷ്യൽ വാല്യൂസ് ആണ്, ഇത് മോറൽ വാല്യൂസ്. An investor would not invest in any industry or company that does not align with his or her moral values. Morality ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. For example, investor would not be prone to investing in tobacco or liquor manufacturing companies if the investor has strong feeling that such industries are against their morals. അങ്ങനെ ആവാം. എന്താ പറയുക, ഡ്രഗ്സ് അല്ലെങ്കിൽ ടൊബാക്കോ, ലിക്കറൊക്കെ പോലെയുള്ള സാധനങ്ങൾ അങ്ങനത്തേലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ നൈറ്റ് ക്ലബ്സ്, ബാറുകൾ, ഈ നൈറ്റ് ക്ലബ്സിലൊക്കെ അതൊക്കെ മൊറാലിറ്റിക്ക് എഗൻസ്റ്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാർ ദേ വിൽ നോട്ട് ഇൻവെസ്റ്റ് ഇൻ സച്ച് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ അങ്ങനെ മോറൽ വാല്യൂസിൻ്റെ ബേസിസിൽ ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് മോറൽ വാല്യൂസ് എന്ന് പറയുന്നത്. ദേ കൺസിഡർ ദ വാല്യൂസ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ റിലീജിയസ് വാല്യൂസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ എക്സാമ്പിൾസിൽ പറഞ്ഞു. എവറി റിലീജിയൻ ഹാസ് ഇറ്റ്സ് ഓൺ പ്രാക്ടീസസ്, ബിലീഫ്സ് ആൻഡ് കൾച്ചർ. വാട്ട് ഈസ് ആക്സെപ്റ്റബിൾ ടു വൺ സൊസൈറ്റി മേ നോട്ട് ബി ആക്സെപ്റ്റബിൾ ടു അനദർ. ഇപ്പോൾ പന്നിയിറച്ചി, അത് മുസ്ലിംസ് ദേ വിൽ നോട്ട് ഡീൽ വിത്ത് അങ്ങനത്തെ പിഗിൻ്റെ ഇറച്ചിയായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ്സൊന്നും അവർ ചെയ്യില്ല. അതേപോലെ ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ പശുവിനെ അല്ലെങ്കിൽ ബീഫുമായിട്ട് ബന്ധപ്പെട്ടത് അവർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ചില സൊസൈറ്റിയിൽ അത് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അതിന് മെമ്പേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ റിലീജിയൻ ഓർ കൾച്ചർ വുഡ് ബി മോർ ഇൻക്ലൈൻ ടു ഇൻവെസ്റ്റ് ഇൻ ഇൻഡസ്ട്രീസ് ഓർ കമ്പനീസ് ദാറ്റ് ആർ ബെനിഫിഷ്യൽ ടു ദെയർ കൾച്ചർ ഓർ റിലീജിയൻ ഓർ മാനുഫാക്ചർ പ്രോഡക്ട്സ് ദാറ്റ് ആർ ആക്സെപ്റ്റബിൾ ടു ദെയർ കൾച്ചർ ഓർ റിലീജിയൻ. അങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ റിലീജിയന് താല്പര്യമുള്ള രീതിയിൽ അങ്ങനെ കൺസിഡറേഷൻസ് കൊടുക്കുന്ന ആളാണെങ്കിൽ ആ രീതിയിലാണ് അവർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് നേഷൻസിലുള്ള ഇൻവെസ്റ്റേഴ്സ് വുഡ് ബി മോർ ഇൻക്ലൈൻ ടു ഇൻവെസ്റ്റ് ഇൻ ഹിജാബ് ഓർ അഭയ മാനുഫാക്ചറിങ് കമ്പനീസ് ആസ് ദർ ഇസ് ഹ്യൂജ് ഡിമാൻഡ് ഫോർ ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു ദാറ്റ് പെർട്ടിക്കുലർ സൊസൈറ്റി. അത് ഈ പർദ്ദയാണ്, ഹിജാബ് എന്നൊക്കെ പറയുന്ന മുഖം മൂടുന്ന സാധനം. അപ്പോൾ അത് അങ്ങനെയുള്ള മുസ്ലിം നേഷൻസിലൊക്കെ അത് നല്ലൊരു ബിസിനസ്സാണ്. അത് ചെയ്യാനായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ വാല്യൂസ്, അങ്ങനെ ഉണ്ടാവാം. റിലീജിയൻ മാത്രമല്ല, പൊളിറ്റിക്കൽ വാല്യൂസ്. ദ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എഫക്ട്സ് വേ ദ ഇൻവെസ്റ്റേഴ്സ് പെർസീവ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇക്കോണമി ആൻഡ് നാച്ചുറലി ഇൻഫ്ലുവൻസസ് ദ ഇൻവെസ്റ്റിംഗ് പാറ്റേൺ. ഒരു ഇൻവെസ്റ്ററുടെ വേ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ആ രാജ്യത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റും കൂടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അവർ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻസിനെ വിലയിരുത്തുന്നത്, വെദർ ദേ വിൽ ബി വില്ലിങ് ടു ഇൻവെസ്റ്റ് ഓർ നോട്ട്. അപ്പം അതൊരു കൺസിഡറേഷനായിട്ട് വരാം. ദെൻ ഇൻവെസ്റ്റേഴ്സ് ടെൻഡ് ടു ഇൻവെസ്റ്റ് മോർ ആൻഡ് ബിലീവ് ദ
റിസ്ക് ടു ബി ലോവർ വെൻ ദെയർ പൊളിറ്റിക്കൽ പാർട്ടി ഇസ് ഇൻ പവർ. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള പ്രേരണയാണ് അവരുടെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടി പവറിലിരിക്കുന്ന സമയത്ത്. ആൻഡ് ദേ ഫീൽ ദാറ്റ് ദ റിസ്ക് വിൽ ബി ലെസ്. Then investors are more likely to hold stock and invest in long-term securities during such period. അങ്ങനത്തെ അവരുടെ പാർട്ടി അധികാരത്തിൽ നിൽക്കുന്ന സമയത്താണ് അവർ കൂടുതലായിട്ട് സ്റ്റോക്സ് ഹോൾഡ് ചെയ്യും, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കൊക്കെ മൂവ് ചെയ്യുകയൊക്കെ ചെയ്യാം. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ എൻവയൺമെൻറ്റൽ വാല്യൂസ് ഓർ ഗ്രീൻ ഇൻവെസ്റ്റിംഗ്. ഇതൊക്കെ നമ്മൾ പ്രൈമറിലി ആ ഫസ്റ്റ് പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കൂടെ പറഞ്ഞതാണ്. എന്നാലും ഗിവൻ ദ കറൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ പ്ലാനറ്റ്, ഗ്രീൻ ഇൻവെസ്റ്റിംഗ് ഇസ് റാപ്പിഡ്ലി ഗെയിനിങ് ഇമ്പോർട്ടൻസ് ഇൻ റീസെൻറ്റ് ടൈംസ്. കാരണം എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എൻവയൺമെൻറ്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ബിസിനസ്സുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൂടാണ്. അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ കമ്പനീസ് ദറ്റ് പ്രൊഡ്യൂസ് എൻവയൺമെൻറ്റലി ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഓർ ദെയർ മാനുഫാക്ചറിങ് പ്രോസസ് ആർ ഇക്കോണമി ഫ്രണ്ട്ലി. അതും ആവാം. ഒന്നുകിൽ അവരുടെ ഫൈനൽ പ്രോഡക്റ്റ് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആവാം, അതിന് ഉപകരിക്കുന്ന തരത്തിലാവാം, അല്ലെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്താ പറയുക, ഇക്കോണമീനെ സഹായിക്കുന്ന രീതിയിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ്സായിരിക്കാം. സേ ഫോർ എക്സാമ്പിൾ, പക്ഷേ ഒന്ന് മാത്രം ആയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ഇക്കോ ഫ്രണ്ട്ലി അല്ലാതിരിക്കുകയും അത് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇക്കോ ഫ്രണ്ട്ലി ആവുകയും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. Green investing also focuses on other companies which have an environmental friendly objectives such as conservation of existing natural resources. അങ്ങനെ ഒരു ഉദ്ദേശം ത്തോടെയുള്ള കമ്പനീസ് നാച്ചുറൽ റിസോഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, ഡിസ്കവറിങ് ദ ആൻഡ് പ്രൊഡ്യൂസിങ് ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ്, ഇപ്പോൾ സോളാർ പോലുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. റീസൈക്ലിംഗ് പ്ലാന്റ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, ക്ലീനിങ് അപ്പ് വാട്ടർ ബോഡീസ്, ഗ്രീൻ ട്രാൻസ്പോർട്ടേഷൻ, റിഡക്ഷൻ ഓഫ് വേസ്റ്റേജ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന കമ്പനീസ് ഒന്നുകിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇക്കോ ഫ്രണ്ട്ലി ആണോ എന്നും അതിന് ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഇക്കോ ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ അനലൈസ് ചെയ്യുക. അത് ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഐദർ അവർ നടത്തുക. അതല്ലെങ്കിൽ അവർ നടത്തുക ഗ്രീൻ ഇൻവെസ്റ്റിംഗ് വിൽ ഫോക്കസ് ഓൺ കമ്പനീസ് വിച്ച് അണ്ടർടേക്ക് ആക്ടിവിറ്റീസ് ലൈക്ക് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസും ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ്, റീസൈക്ലിങ്, പ്രകൃതിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതാണ് അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം. ഇത്രയാണ് ടൈപ്സ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഒന്ന് സോഷ്യൽ വാല്യൂസ് ആവാം, മോറൽ വാല്യൂസ് ആവാം, അല്ലെങ്കിൽ റിലീജിയസ് ആവാം, പൊളിറ്റിക്കൽ ആവാം, ആൻഡ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആവാം, ഗ്രീൻ ഇൻവെസ്റ്റിംഗ് ആവാം. ഇതിന് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്? എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എൻഷുവേഴ്സ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ലൈൻ വിത്ത് ദ ഇൻവെസ്റ്റേഴ്സ് വാല്യൂസ്. എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് നടത്തുമ്പം നമ്മുടെ വാല്യൂസിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണ്. നമുക്ക് സത്യസന്ധത അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ എന്താണോ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിലുള്ള വാല്യൂ, അതിനെ എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ്. With more people choosing to invest ethically, it positively impacts both the society and the environment in such a way that it discourages other industries. അങ്ങനെ ഉണ്ടാവാം. അതായത് കുറേ ആൾക്കാർ അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇഫ് ദേ വിഷ് ടു ഇൻവെസ്റ്റ് എത്തിക്കലി, അവരങ്ങനെ ചൂസ് ചെയ്താൽ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക ഒഴിവാക്കേണ്ട ഡിസ്കാർഡിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഡിസ്കറേജ്ഡ് ആവുകയും നല്ലത് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവുന്ന ഓർഗനൈസേഷൻസ് കൂടുതലുണ്ടാവുകയൊക്കെ ചെയ്യും. The returns on these investments are not just monetary but have an overall impact on the investor as well as the planet. ഇതൊക്കെ എൻവയൺമെൻറ്റിൻ്റെ ബേസിസിലാണ്, റിലീജിയസ് അല്ല അവിടെ കൺസിഡറേഷൻ. എൻവയൺമെൻറ്റിൻ്റെ കൺസേൺസ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ വാല്യൂസ് ആണ്, മോറൽ വാല്യൂസ് ആണെങ്കിലൊക്കെ ബാക്കി ഈ പൊളിറ്റിക്സും റിലീജിയനും അല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ, പൊളിറ്റിക്സും ഒരു വിധത്തിൽ നമുക്ക് നല്ലതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനും ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കിട്ടാൻ. അതല്ലാതെ റിലീജിയസിനെ ഞാൻ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നില്ല. ഈ ബാക്കിയുള്ള മെജോറിറ്റി ഓഫ് ദ എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്സ് വിൽ എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ പ്ലാനറ്റ്. പ്രകൃതിക്കും നമ്മുടെ ഏർത്തിന് തന്നെ ഗുണകരമായിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. Now we'll discuss about the disadvantages of ethical investing. എന്തൊക്കെയാണ് ഇതിനുകൊണ്ട് വരാവുന്ന പ്രോബ്ലംസ്?
എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് മൈറ്റ് നോട്ട് ഫെച്ച് ദ സെയിം റിട്ടേൺസ് ആസ് അതർ ഇൻഡസ്ട്രീസ്. നമ്മൾ ഈ എത്തിക്സ് ഒക്കെ നോക്കിയിരുന്നാൽ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് കുറവായിരിക്കും. The returns of ethical companies industries tend to be lower than their counterparts, and the time taken to generate any return would also be longer. അപ്പോൾ ഇതിന് പൊതുവേ ബാക്കിയുള്ള ഇൻഡസ്ട്രീസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഏർണിംഗ് ലെസ് റിട്ടേൺ, ആൻഡ് ആ റിട്ടേൺ കിട്ടാനുള്ള ടൈം, ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. Then there could be instances wherein companies alleged to be eco-friendly but in reality that might not be the case. അങ്ങനെ ഉണ്ടാവും ഇഷ്ടം പോലെ സാധനങ്ങൾ. ഭയങ്കര അതിൻ്റെ ടേംസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടാവില്ല, ഇത്ര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഉണ്ടാവില്ല, മോറൽ വാല്യൂസ് കാത്തു സൂക്ഷിക്കുന്നത് ഉണ്ടാവില്ല. ബട്ട് വൺസ് യു ആർ ഇൻ ദാറ്റ് യു വിൽ നോ, ദെൻ ഓൺലി യു വിൽ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ദിയർ. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാം. ഈ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവാം. സോ ഈവൻ ഇഫ് യു മേക്ക് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് ഇറ്റ് വിൽ നോട്ട് ബി ബെനിഫിഷ്യൽ. അത് ശരിക്കും എത്തിക്കൽ ആവണമെന്ന് നിർബന്ധമില്ല. Ethical investing is based on every particular investor. What is acceptable to some may not be acceptable to others. The field is highly subjective. അപ്പോൾ ഇത് സബ്ജക്റ്റിവിറ്റി എലമെൻറ്റ് ഏറ്റവും കൂടുതലുള്ളതാണ് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബിഹേവിയറിനെ ഒന്നും അനലൈസ് ചെയ്യാനൊന്നും സാധിക്കില്ല. പ്യുവർലി സബ്ജക്റ്റീവ്. ഒരാൾക്ക് താല്പര്യം ആണ്, ആക്സെപ്റ്റബിൾ ആണ് എന്ന് തോന്നുന്നത് മേ നോട്ട് ബി ആക്സെപ്റ്റബിൾ അറ്റ് ഓൾ ടു അതേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസൊക്കെയാണ് ഈ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്നുള്ളത്. ഹോപ്പ് ദിസ് കോൺസെപ്റ്റ് ഇസ് ക്ലിയർ. അതോടെ നമ്മുടെ ആ ഒരു ചാപ്റ്റർ കംസ് ടു എൻ എൻഡ്. നമ്മുടെ ആ മോഡ്യൂൾ, ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് തീരാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിക്സ് മുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, എലമെൻറ്റ്സ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, ദെൻ what are the different kinds of ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ് എന്ന് പറഞ്ഞു. ദെൻ what are the factors to be considered while you make your investment. If you are a company, if you are an individual, what are the factors to be considered. Then what is the relationship between risk and return. Then how is it possible to measure risk, and what is the concept of diversification, and what is hedging, and what is ethical investing. ഇത്രയും പോർഷൻസാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ ഉണ്ടായിരുന്നത്. എവറിത്തിങ് ഹാസ് ബീൻ കവേർഡ്. ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ഡു ക്ലിയർ ഇറ്റ്. ഒന്നും ഇങ്ങനെ പെൻഡിങ്ങിൽ വെക്കണ്ട. Clear it as and when the doubt arises. Thank you.